ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5:45 ആകുമ്പോഴത്തേക്കും എണീറ്റു. അങ്ങനെ എണീറ്റ് വന്ന് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ എണീറ്റ് തീയൊക്കെ പൂട്ടി ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത് പച്ചക്കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റാൽ എന്താ കൂട്ടാൻ വയ്ക്കുക എന്നുള്ളൊരിത് ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയുക, തല അങ്ങോട്ട് പെരുക്കും കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു ഇതായിരിക്കും. രാവിലെ എപ്പോഴും വർക്കിന് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടുന്ന അമ്മമാരാണെങ്കിലും അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം രാവിലെ എന്താ ഉണ്ടാക്കുക, എന്ത് കറിയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ കേട്ടോ എനിക്കിപ്പോൾ എപ്പോഴും രാവിലത്തെ ഒരു കാര്യം ആലോചിച്ചാൽ ഭയങ്കര ഒരു ഇതാണ്, എന്താ വയ്ക്കുക. ചിലപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ടാവും, എന്നാലും തോന്നും എന്താ വയ്ക്കുക ഇപ്പോൾ. അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോഴും തോന്നും എന്താ വയ്ക്കുക. കൊള്ളു വെക്കണോ, പയർ വെക്കണോ, ചെറുപയർ വെക്കണോ, കടല വെക്കണോ, അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ ഇപ്പോൾ കുമ്പളങ്ങ പരിപ്പിട്ട് വെക്കണോ, പരിപ്പിൽ കയ്പ്പയ്ക്ക ഇട്ട് വെക്കണോ, വെണ്ടയ്ക്ക ഇട്ട് വെക്കണോ, അങ്ങനെയുള്ളൊരു ധാരണകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ ഇതിപ്പോൾ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ കറികളാണെങ്കിൽ മക്കൾക്ക് ഇത്തിരി വെറുപ്പായിരിക്കും കേട്ടോ. നമ്മുടെ കാര്യം അങ്ങനെയല്ല, നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിള്ളേരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് 2-3 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരേ കറികൾ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു ബോറടിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഇതുപോലെ ചെറിയ കുട്ടികളുള്ള അവിടെ അവർക്ക് മുട്ട പൊരിച്ചതോ പപ്പടം വറുത്തതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഡെയിലി കൊടുത്താൽ വലിയ വിരോധങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ടെൻഷനൊന്നും അടിച്ച് നിൽക്കാൻ നേരമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കടല എന്തായാലും രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഉപ്പേരി അല്ലെങ്കിൽ കറി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കടലയൊക്കെ വേവിച്ച് കറിക്കുള്ളതൊക്കെ നോക്കി പിന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വിടാനായിട്ട് നിന്നു. പിന്നെയാണ് ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ചക്ക ഒന്ന് പൊടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മരത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഓരോ ചക്കകൾ കായ്ച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക മുകളിലാണെന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും ചക്ക നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പിന്നെ കുളിക്കാനായിട്ട് നിൽക്കണം. ഏട്ടൻ ഇന്നിപ്പോൾ ജോലിയൊക്കെ പോകാനായിട്ട് നിൽക്കാം കേട്ടോ. 2-3 ദിവസം ലീവായിരുന്നു, വർക്കൊക്കെ കുറഞ്ഞതുകൊണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് വിളിച്ചത് കൊണ്ട് മൂപ്പര് മോട്ടറൊക്കെ അടിച്ച് വെള്ളം അടിച്ച് കുളിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ചക്കനെ കണ്ടത്. ചക്ക പിന്നെ വേഗം പൊട്ടിച്ച് ഏട്ടൻ തന്നെ നന്നാക്കി തന്നാൽ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അതുകൊണ്ടാണ് കേട്ടോ തോർത്ത് മുണ്ടിൽ തന്നെ നിന്ന് ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നു. പിന്നെ അവിടെ രാവിലെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ലീവാണ്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് നൂഡിൽസിൻ്റെ പരിപാടി തീരുമ്പോഴേക്കും ശുഭം നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഗ്യാസ് എടുത്തിട്ട് കുറേ ദിവസമായി വെച്ചിട്ട് തീരണില്ലേ എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഒരു 2.5 മാസമൊക്കെ ഗ്യാസ് നിൽക്കും കേട്ടോ. കറക്റ്റ് ഒരു 2.5 മാസമൊക്കെ നിൽക്കും. കാരണം നമ്മൾ ഉപ്പേരി പിന്നെ കുക്കറിലാണ് അധികം വേവിക്കണത്, അതുകൊണ്ട് 1-2.5 മാസം നിൽക്കും. പിന്നെ വിറകിലാണല്ലോ കൂടുതലും ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഗ്യാസ് തീർന്നു. അങ്ങനെ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പിന്നെ കറുകുറ് എന്നൊക്കെ പറയാൻ നിന്നു. കുളിക്കണം നേരത്ത് ഗ്യാസ് തീർന്നു, നീ തന്നെ മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ട്, ശ്രമമല്ല ഞാൻ ഫിറ്റ് ചെയ്തു. പിന്നെ ഏട്ടൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് അങ്ങനെ ഗ്യാസൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജനാലിലെ വഴി ഇങ്ങനെ നല്ല കാറ്റടിച്ചിട്ട് ഗ്യാസ് ഇങ്ങനെ എന്താ പറയുക ആളിക്കത്തുന്നുണ്ട് കേട്ടോ. ആളിക്കത്തുക നമ്മൾ സിമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് കെട്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടിയാണ് വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആളിക്കത്തും. അപ്പോൾ അതുകൊണ്ട് ഏട്ടത് അവിടെ ഒരു പലകയുണ്ടല്ലോ, അതുകൊണ്ട് വെച്ചിരിക്കുക. എനിക്കാണെങ്കിൽ ഈ പലക വെച്ചിട്ട് ഇഷ്ടമേ അല്ല. പലക വെച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ പലകയൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒരു മാതിരിയില്ലേ. പൊതുവെ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനാല വഴി ഇങ്ങനെ നമ്മുടെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും നന്നായിരിക്കുക.
അപ്പോൾ എന്തായാലും ഇതാ കാറ്റടിച്ച് തീ കെടാണ്ടിരിക്കുക ഏട്ടൻ പോയി ഒരു ജനാല മൂടാനുള്ള പലകയൊക്കെ എടുത്തിട്ട് വന്ന് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ മക്കളെ നമ്മുടെ കുട്ടികൾക്കുള്ള നൂഡിൽസൊക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് സവാളയൊക്കെ ഇട്ട് വഴറ്റി പിന്നെ തക്കാളി ഗരം മസാല ഇതിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില പിന്നെന്താണ് മല്ലിയില അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ മല്ലിയിലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ വീട്ടിലെ തക്കാളിയും ഉള്ളിയൊക്കെ വെച്ചിട്ട് ചിലർ ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഈ മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കെന്താ എന്താ പറയുക ഇതുപോലൊക്കെ വഴറ്റി ചേർത്തില്ലെങ്കിൽ ഒരു തൃപ്തി കുറവാണ്. അപ്പോൾ നൂഡിൽസ് കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു വിധത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലർക്ക് കാണുമ്പോൾ ഇങ്ങനെയല്ല നൂഡിൽസ് ഉണ്ടാക്കണമെന്ന് പറയും. പക്ഷേ എനിക്ക് അറിയില്ല കേട്ടോ, പരിചയമില്ല നൂഡിൽസിന്. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് അങ്ങനെയുള്ള ഇതിലൊന്നും കൈവയ്ക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ ഈ നാടൻ എന്താ പറയുക ചീരക്കറിയോ അല്ലെങ്കിൽ താളും തണ്ടോ കൂർക്കുപ്പേര് അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും പോകണം. നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആ ലെവലൊന്നും ഇല്ല കേട്ടോ. നമുക്കങ്ങനെ പുറത്ത് പോയാലും അങ്ങനെ കഴിക്കില്ല. എങ്ങനെ പോയാലും നമ്മൾ ബിരിയാണിയിൽ കൂടുതൽ ഒന്നും ചിന്തിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ, പറഞ്ഞു തരിക. അപ്പോൾ ഇനി അതുപോലെ ചെയ്യാമല്ലോ, എനിക്കറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നൂഡിൽസിന് എല്ലാം താളിച്ച് ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഇതാ കടലക്കറി ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ചേർത്തു കേട്ടോ. കടലക്കറിയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ജീരകം നല്ല ജീരകം എന്താണ് തേങ്ങയിലിട്ട് അരച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കടലക്കറി വെക്കുന്നത് പറഞ്ഞാൽ പലഹാരത്തിന് മാത്രമേ പറ്റുള്ളൂ. ചോറിന് അത്ര നന്നായിട്ടുണ്ടാവില്ല, ഒരു എന്താ പറയുക മണ്ണ് പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കടലക്കറി അവിടെ തേങ്ങയൊക്കെ അരച്ചു കൂട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടെ നൂഡിൽസൊക്കെ എടുത്ത് പാക്കറ്റൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. പക്ഷെ അതിങ്ങനെ വറ്റി വന്നപ്പോൾ കറക്റ്റായിട്ടാണ് നൂഡിൽസ് വെന്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ കണ്ട കുറച്ച് വെള്ളം പോലെ കാണുന്നു. അങ്ങനെ ഞാനിതാ തൊട്ടടുപ്പത്ത് ചായക്കുള്ള പാലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 7:15 ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി നൂഡിൽസ് അതിനിടയ്ക്ക് കണ്ടല്ലോ അടിക്കൽ തുടയ്ക്കൽ പറഞ്ഞ പോലെ പണികൾ അങ്ങനെ 7:30 ആകുമ്പോഴത്തേക്കും ഏകദേശം പണികളൊക്കെ ഒരുങ്ങി. ഇനിയിപ്പോൾ തുണി അലക്കൽ കുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മിക്കവാറും തുണി കഴുകാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയൊക്കെ തുടച്ച് വിട്ടു. ഇതാ ചാരുമോൾക്കൊന്ന് ലീവാണ്, കുട്ടികൾക്ക് ഇന്നിപ്പോൾ മന്നം ജയന്തിയൊക്കെ ആയതുകൊണ്ട് ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് തുടയ്ക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതാ കുക്കറിനകത്ത് എന്താണ് ചക്കയൊക്കെ വേവിക്കാനിട്ടിട്ട് കുളിക്കാനൊക്കെ പോയിട്ട് വന്നിട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഉപ്പേരി താളിക്കുന്നത്. ചക്ക ഉപ്പും ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിച്ചാണ് കേട്ടോ. ഇത്തിരി പച്ചമുളകോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇടാനായിട്ട് സമയം കിട്ടിയില്ല, ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ, ധൃതിയായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് വേവിച്ച ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിത്തോല് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി കോലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തു. പിന്നെ ഞാനിതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ചക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ, വെളുത്തുള്ളി, കറിവേപ്പില, വറമുളക് ഇത് 4ആണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു ചക്ക ഉപ്പേരിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ തരുന്നത്. അപ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യില്ല, കാരണം നല്ല വിലയാണ്. തലയിൽ തേക്കാൻ മാത്രമേ വെളിച്ചെണ്ണ ഇവിടെ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു, വറമുളക് നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഒരു സവാള ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ അതിൽ ചേർക്കാത്തത് കൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് എരിവ് പിടിച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. മറ്റേത് നമ്മൾ ചക്കയിട്ട് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കുകയാണെങ്കിൽ ചക്കയിൽ നന്നായിട്ട് എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച് വരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ മറന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം, അത് നന്നായി മൂത്ത് വരുമ്പോഴാണ് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇടുക. ഇപ്പോൾ എനിക്കത് മാറി മാറി ഇടാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് കമഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക, കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അവസാനം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ വിശക്കണമെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ എണീറ്റ് വന്ന് ചുട്ടിക്കുട്ടി പല്ലൊക്കെ തേച്ച് മുറ്റമൊക്കെ അടി കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ലീവാണല്ലോ അപ്പോൾ സാവധാനത്തിലാണ് കേട്ടോ ചായ കുടിക്കാനായിട്ട് വന്നത്. അങ്ങനെ ചായ കൊടുത്തിട്ടുണ്ട്, പിന്നെ നൂഡിൽസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൊടുത്തു. അപ്പോൾ അവളിന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവസാനം കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊട്ടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ചക്കപ്പേരിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കപ്പേരിയും റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കറികളൊക്കെ റെഡിയായി. കടലക്കറിയും ചക്കപ്പേരിയും പിന്നെ വേണമെങ്കിൽ മുളക് വറുക്കുക, അതൊക്കെ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊണ്ടുപോയത്. ചില ദിവസങ്ങളിൽ 10 മണിക്ക് ചായക്ക് എന്തെങ്കിലും എടുക്കും കേട്ടോ, കടി എന്തെങ്കിലും. ഇന്നിപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയത് കുറച്ചുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ പിള്ളേർക്കൊക്കെ ഒന്ന് ലീവാണല്ലോ. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നൂഡിൽസ് പറയുന്നതൊക്കെ അവർക്ക് വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ. 10 മണിക്കൊന്നും എടുത്തില്ല, ചോറ് മാത്രം എടുത്തിട്ട് പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് മാത്രം എടുത്തിട്ട് പോയി. അങ്ങനെ ഞാൻ രാവിലെ കഴിക്കാനായിട്ട് അതാണ് കേട്ടോ, വെള്ളച്ചോറാണ് എടുത്തിരിക്കുന്നത്. വെള്ളച്ചോറിൽ കുറച്ച് തൈരും ചക്കപ്പേരിയും കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഈ വെള്ളച്ചോറ് തിന്നണ സ്വഭാവമൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും ഉണ്ടാകുമ്പോൾ. ഇതിപ്പോൾ നല്ല അരിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് കളയാനുള്ള മനസ്സ് വരില്ല അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളച്ചോറ് കുറച്ച് എടുത്തിട്ട് തൈരൊക്കെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളച്ചോറും എടുത്തിട്ട് കറികളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ ഓടത്തിൽ ഇതുപോലെ വാരി തിന്നിട്ട് പോവാണ് കേട്ടോ. ഒന്നും ഇല്ലാണ്ട് പോയാലും ഉച്ചയാകുമ്പോഴേക്കും നല്ലോണം വയറ് കാളും. പിന്നെ ചായയൊന്നും അധികം കുടിക്കണില്ല കേട്ടോ, അവിടെ പോയാലും ഇത്തിരിയൊക്കെ കുടിക്കണുള്ളൂ. കഴിക്കാനും പലപ്പോഴും അല്ലേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളച്ചോറ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മോന്തി അങ്ങനെ കുടിച്ചിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ വെള്ളച്ചോറ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാനിത് ബസ്സൊക്കെ പിടിച്ചങ്ങനെ നേരെ വർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ പിന്നെ ഒരു 5:45 ആവും ഇവിടെ നിന്ന് അങ്ങോട്ട് റിട്ടേൺ പോകാനായിട്ട്. പിന്നെ അത്രയും സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൂട്ടിലിട്ട കളി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നില്ലെങ്കിൽ വീട് അല്ലെങ്കിൽ കമ്പനി, അത്രയേ ഉള്ളൂ. വേറെ പുറം ലോകമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത പോലെ അവസ്ഥയാണ് കേട്ടോ. എന്തായാലും കമ്പനിയിലൊക്കെ വന്ന് ഇങ്ങനെ അവിടെ വർക്കൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരം തിരിച്ചങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ പുഴ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്താ പറയുക, പോണ സമയത്താണെങ്കിൽ ഇതുപോലെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, വരുന്ന സമയത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു രസമാണല്ലേ. പിന്നെ ഇപ്പോൾ പാടത്തൊക്കെ നല്ല പച്ചപ്പായി നിൽക്കുന്നുണ്ട്. ഞാറുകളൊക്കെ നട്ട് കൊയ്ത്തുമൊക്കെ കഴിഞ്ഞ് കണ്ടമൊക്കെ പൂട്ടി ഞാറൊക്കെ നട്ട് നല്ല പച്ചപ്പായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞാൻ വീടെത്തുമ്പോൾ പിന്നെ അച്ഛനും മക്കളൊക്കെ തൊടിയൊക്കെ ഇങ്ങനെ അയർക്കുന്നുണ്ടായിരുന്നു. അയർക്കാന്ന് പറഞ്ഞാൽ തൊടിയിൽ ചപ്പും ചവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് തീ വയ്ക്കുകയാണ് കേട്ടോ. അതിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. തുണി കഴുകലും മേലുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മറത്ത് ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഒരാൾ പഠിത്തത്തിലാണ്, ഒരാൾ മേക്കപ്പ് അല്ല, അവൾ ഇപ്പം എല്ലാം കുളിച്ചുള്ളൂ കേട്ടോ. രാവിലെ മുതൽ ഇരുന്നാലും ഈ കൊച്ചു ടിവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതല്ലാണ്ട് കുളിക്കാലോ അതൊന്നും ഇല്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴാണ് കുളിയും നനയൊക്കെ. അപ്പോൾ എന്തായാലും അവളങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിട്ടിക്കുട്ടി, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാനും മേലുകഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്ത് നോക്കുമ്പോൾ നമ്മുടെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. ചോറും കറിയൊക്കെ ഉണ്ട്, കടലക്കറിയും ചക്കുപ്പേരിയും പിന്നെ ഞാൻ ഒന്ന് ചൊടിക്ക് വേണ്ടിയിട്ട് തക്കാളി ഉള്ളി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇന്നിപ്പോൾ കുറച്ച് ചീര കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളേക്ക് കറി വെക്കണമല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും തലേ ദിവസം പ്ലാൻ ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചീരയും തക്കാളിയൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും രാവിലെ ഒരു ടെൻഷനാണെന്ന്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തലേ ദിവസമൊക്കെ പറ്റണ ദിവസമൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ ചീരയൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ചെടുത്ത് വെക്കണം. തക്കാളിയൊക്കെ ഫ്രിഡ്ജിനകത്തൊന്ന് റെഡിയാക്കി വെക്കണം. ഇന്നിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇന്നിപ്പോൾ പിന്നെ പുതിയൊരു പരിപാടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ, നമ്മൾ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം അടുക്കള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഭക്ഷണവും കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഞാനിപ്പോൾ ഡാൻസ് ക്ലാസ്സിനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഡാൻസ് ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു 8 മണി തൊട്ട് 10 മണി വരെ.
നമ്മുടെ കാവൽ ഉത്സവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ചെറിയൊരു നമ്മളിപ്പോൾ ഒരു പോലെയുള്ള വീട്ടമ്മമാരുടെ ഒരു എന്താ പറയുക കൈകൊട്ടിക്കളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു ഡാൻസൊക്കെ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഭക്ഷണവും കഴിച്ചിട്ട് പോകുള്ളൂ. സമയം എന്താ പറയുക വരുന്ന സമയത്ത് ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അതുവരെ വിശന്നിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ഇതുപോലത്തെ നാടൻ വീട്ടമ്മമാരുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് തുടക്കം മുതലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് മീൻസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കിലുമാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുത്തിയിരുന്ന് വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കാം കേട്ടോ. സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.